മനുഷ്യനെയും എലികളെയും പൂച്ചകളെയും തങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു പാരസൈറ്റ് ഉണ്ട്, ഒരു പരാതമുണ്ട്. നിങ്ങളറിയാതെ നിങ്ങൾക്ക് യാതൊരുവിധ ലക്ഷണങ്ങളുമില്ലാതെ അതിപ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ജീവിച്ചിരിപ്പുണ്ടാവാം. ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു എലി കുഞ്ഞാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പൂച്ചയെ കാണുകയോ പൂച്ചയുടെ മണം എന്താണെന്ന് അറിയുകയോ ചെയ്തിട്ടില്ല. എങ്കിലും ഒരു പൂച്ചയെ കാണുന്ന നിമിഷം അല്ലെങ്കിൽ ഒരു പൂച്ചയുടെ ഗന്ധം നിങ്ങളുടെ മൂക്കിൽ എത്തുന്ന നിമിഷം നിങ്ങളുടെ മനസ്സിൽ അറിയാതെയാണെങ്കിലും ഒരു ഭയം ഉത്ഭവിക്കും. പൂച്ചയിൽ നിന്നും നിങ്ങൾ ഓടി ഒളിക്കും. ആരും പറഞ്ഞു കൊടുക്കുകയോ പഠിപ്പിച്ചു കൊടുക്കുകയോ ചെയ്യാതെ തന്നെ വർഷങ്ങളായുള്ള പരിണാമത്തിന്റെ ഫലമായിട്ട് പൂച്ചയെ കണ്ടാൽ ഓടി ഒളിക്കണമെന്ന് എലിയുടെ മനസ്സിൽ ഇംപ്രിന്റഡ് ആണ്. പക്ഷേ ചില എലികൾ പൂച്ചയെ കണ്ടാൽ ഭയം ഓടുന്നില്ല. മാത്രമല്ല ഭയമില്ലാതെ പൂച്ചയുടെ അടുത്തേക്ക് നടന്ന് ചെല്ലുകയും ചെയ്യുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പൂച്ചകൾക്കെതിരെ എലികളിൽ ഇംപ്രിന്റഡ് ആയ സഹജമായ ഭയം എങ്ങനെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായി? ആദ്യം ശാസ്ത്രജ്ഞർ വിചാരിച്ചത് വല്ല വൈറസ് അറ്റാക്ക് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ബ്രെയിനേറ്റ എന്തെങ്കിലും ഇഞ്ചുറി കൊണ്ടായിരിക്കാം. പക്ഷേ യഥാർത്ഥ കാരണം മറ്റൊന്നായിരുന്നു. നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത ഒരു സൂക്ഷ്മ പരാത ജീവിയായിരുന്നു ഈ ബിഹേവിയറിന് കാരണം. അതിൻ്റെ പേരാണ് ടോക്സോപ്ലാസ്മ ഗോണ്ടി. ഇതിലെ പ്രശ്നം ഈ പരാതം എലികളെ മാത്രമല്ല ബാധിക്കുന്നത്. അത് ചെന്നായ്ക്കളെ ബാധിക്കും, പൂച്ചകളെ ബാധിക്കും, സീ ഓട്ടറുകളെ ബാധിക്കും, ഹൈയന്നുകളെ ബാധിക്കും, കൂടെ മനുഷ്യനെയും ബാധിക്കും. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന 1 മനുഷ്യനെങ്കിലും ടോക്സോപ്ലാസ്മോസിസിന്റെ വാഹകരാണ്. എന്നിട്ടും നിങ്ങളിലുമൊക്കെ ഒരു പക്ഷേ ഈ പരാതി ജീവി ഉണ്ടായിരിക്കാം. യാതൊരു വിധത്തിലുള്ള ലക്ഷണങ്ങളും ഉണ്ടായിരിക്കില്ല. പനി ഉണ്ടായിരിക്കില്ല, ഛർദി ഉണ്ടായിരിക്കില്ല, തലവേദന ഉണ്ടായിരിക്കില്ല. ഒരു തരത്തിലും പല ആളുകളിലും ക്ലിനിക്കൽ സയൻസ് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഈ പരാതത്തിൻ്റെ ലക്ഷ്യം എലിയെ ഇൻഫെക്റ്റ് ചെയ്ത് കൊല്ലുക എന്നുള്ളതല്ല, എലിയെ ജീവനോടെ നിലനിർത്തി പൂച്ചയുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ ടോക്സോപ്ലാസ്മ കൊണ്ട് എന്തിന് എലികളെ ബാധിക്കുന്നു, മനുഷ്യരെ ബാധിക്കുന്നു, പൂച്ചകളെ ബാധിക്കുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കണം. ഈ പരാത ജീവിക്ക് സെക്ഷൽ റിപ്രൊഡക്ഷൻ ചെയ്യണമെങ്കിൽ ടോക്സോപ്ലാസ്മ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എലികളെയോ ബേർഡിനെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ജീവിയെ പൂച്ചയെ പോലെ മാർജാര വർഗ്ഗത്തിൽ പെടുന്ന ഏതെങ്കിലും ഒരു ജീവി കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രാഡിസോയിഡ്സ് എന്ന് പറയുന്ന സ്റ്റേജിലിരിക്കുന്ന ഈ പാരസൈറ്റ് അവിടെ കുടലിലെത്തുകയും അവിടെ വെച്ച് സെക്ഷലി റിപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അവിടെ ജീവിത ചക്രത്തിലെ ഊസിസ്റ്റ് എന്ന് പറയുന്ന അടുത്ത ഫോം ഉണ്ടാവും. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പൂച്ച പോലെ മാർജാര വർഗ്ഗത്തിൽ പെടുന്ന ഏതെങ്കിലും ജീവിയിൽ മാത്രമേ ഇവർക്ക് സെക്ഷലി റിപ്രൊഡ്യൂസ് ചെയ്യാനും ഈ ഊസിസ്റ്റ് ഉണ്ടാക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ജീവി തുടർന്ന് ഇവർ ഡിഫിക്കേറ്റ് ചെയ്യുന്നത് പുറത്തേക്ക് എത്തുന്നു. നിലത്തോ മണ്ണിലോ പുറത്തെവിടെയെങ്കിലും ആവാം. പക്ഷേ ഏകദേശം 1 തുടങ്ങി 5 ദിവസം വരെ വേണം ഈ ഊസൈറ്റ്സിനെ പുറത്തെത്തിക്കഴിഞ്ഞാൽ പോലും ഇൻഫെക്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇൻഫെക്റ്റീവായിട്ട് കിടക്കുന്ന ഈ ഊസിസ്റ്റ് മറ്റേതെങ്കിലും അനിമൽ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ വയറ്റിലേക്ക് എത്തുകയും അവിടെ അവർ ടാക്കിസോയിഡ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബ്ലഡിലൂടെ മസിൽസിലും ബ്രെയിനിലും ഒക്കെ എത്തുകയും ചെയ്യും. അപ്പോഴേക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇത് മനസ്സിലാക്കും. ഇത് മനസ്സിലാക്കുന്ന ഇമ്മ്യൂൺ സിസ്റ്റം ഇവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു ഡോർമെന്റ് ആയിട്ടുള്ള ബ്രാഡിസോയിഡ്സ് എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് മാറും. ഈ ബ്രാഡിസോയിഡ് സ്റ്റേജിൽ അനിമൽസിനെ ആയിരിക്കും മിക്കവാറും പൂച്ചകൾ വീണ്ടും കഴിക്കുക, അവിടെ വയറ്റിൽ വീണ്ടും അത് റിപ്രൊഡ്യൂസ് ചെയ്യുക. ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പരാതത്തിന് റിപ്രൊഡ്യൂസ് ചെയ്യാൻ നിർബന്ധമായിട്ടും പൂച്ചയുടെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ടോക്സോപ്ലാസ്മയ്ക്ക് പൂച്ചയിൽ മാത്രം റിപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? പൂച്ചയുടെ കൂടെ ലിനോലെയിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ട്. ഈ ലിനോലെയിക് ആസിഡാണ് സെക്ഷൽ റിപ്രൊഡക്ഷന് വേണ്ടിയുള്ള കെമിക്കൽ ട്രിഗറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് പൂച്ചകളടങ്ങുന്ന മാർജാര കുടുംബത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് ജീവിക്കാനായിട്ട് പൂച്ചകൾ അത്യാവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ എവല്യൂഷനിൽ ഇതെല്ലാം കൂടെ വന്നപ്പോൾ ഉണ്ടായത്, പൂച്ചയെ എലിയുടെ അടുത്തേക്ക് എത്തിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് എലിയെ പൂച്ചയുടെ അടുത്ത് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഈ പാരസൈറ്റ് ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എലിയുടെ ബുദ്ധി കുറയും, റിഫ്ലക്സുകൾ കുറയും, അങ്ങനെയാണ് പൂച്ചയ്ക്ക് എലിയെ പിടിക്കാൻ പറ്റുന്നത് എന്നായിരുന്നു. പക്ഷേ നമ്മൾ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അവരുടെ റിഫ്ലക്സുകളിൽ പ്രശ്നമില്ല, അവിടെ കാഴ്ചയ്ക്ക് പ്രശ്നമില്ല, അവിടെ മണത്തിന് പ്രശ്നമില്ല, അവർ മറ്റ് അപകടങ്ങളിൽ നിന്ന് അപ്പോഴും ഒഴിഞ്ഞു മാറുന്നുണ്ട്. പക്ഷേ പൂച്ചയെ കണ്ടാൽ മാത്രം അവർക്ക് സഹജമായിട്ടുള്ള ഭയം അതുണ്ടാവുന്നില്ല. അങ്ങനെയാണ് അവർക്ക് ടൈറോസിൻ ഹൈഡ്രോസിനേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടാക്കാനുള്ള കഴിവ് ഈ പരാത ജീവികൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിയത്. നമ്മുടെ ഹാപ്പി ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഡോപ്പാമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്ന കെമിക്കലാണിത്. നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് തരുന്ന, മോട്ടിവേഷൻ തരുന്ന, വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചെയ്യാൻ തോന്നിപ്പിക്കുന്ന, കൗതുകമുണർത്തുന്ന, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പാമിൻ. ആദ്യകാല പഠനങ്ങളിൽ ഈ പാരസൈറ്റ് ബാധിക്കുന്ന കോശങ്ങളിൽ ഡോപ്പാമിൻ്റെ അളവ് കൂടുതലായിട്ട് കണ്ടെത്തി. അപ്പോൾ തീർച്ചയായും പൂച്ച വരുന്ന സമയത്ത് അവിടെ ശ്രദ്ധ കുറയാനും അവിടെ ഭയം കുറയാനും ഇത് കാരണമായേക്കാം എന്നവർ അനുമാനിച്ചു. പക്ഷെ മറ്റു പല പഠനങ്ങളും നടത്തിയപ്പോൾ ശാസ്ത്രജ്ഞർക്ക് സംശയം വന്നു, ഇത് മാത്രമാണോ കാരണം? കാരണം ഡോപ്പാമിൻ മാത്രമാണ് കൂടുന്നതെങ്കിൽ എലികൾ എല്ലാ കാര്യത്തിലും അസ്വസ്ഥരായിരിക്കും, എല്ലാ അപകടങ്ങളിൽ നിന്നും ഉള്ള അവരുടെ ശ്രദ്ധ കുറഞ്ഞു പോകും. പക്ഷെ ഇവിടെ എലികൾ അവരുടെ മറ്റെല്ലാ ബിഹേവിയറും നിലനിർത്തുകയും പൂച്ചയോടുള്ള ഭയം മാത്രം മാറുകയും ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് തലച്ചോറിലെ ഭയത്തെ നിയന്ത്രിക്കുന്ന എലിയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻഫെക്റ്റ് ചെയ്യുക എന്നുള്ള പുതിയ ഹൈപ്പോത്തസിസ് വന്നത്. പക്ഷെ അത് നോക്കിയപ്പോൾ ബ്രെയിനിൽ പലയിടത്തും ഇൻഫെക്റ്റ് ആവുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രമാണ് ഈ ഭയം കുറയുന്നത് എന്ന് അതുകൊണ്ടും പറയാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണോ
ഇതിന് കാരണം എന്നുള്ള ചോദ്യം വന്നത്. ടോസോപ്ലാസ്മ ഓരോ പ്രാവശ്യം നമ്മുടെ ബ്രെയിനിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അത് റെക്കഗ്നൈസ് ചെയ്യുകയും അവരെ അറ്റാക്ക് ചെയ്യുകയും അവരെ ഡോർമെൻ്റ് ആയിട്ട് നിർത്തുകയും ചെയ്യും. ഈ ടോസോപ്ലാസ്മയെ വീക്കായിട്ട് നിർത്താനുള്ള സന്ദേശങ്ങൾ അവർ ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ ചെറിയ വീക്കങ്ങൾ ഉണ്ടാകും. ഇത് വർഷങ്ങളായിട്ട് പല തവണയായിട്ട് നടക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണോ ഭയം നിയന്ത്രിക്കുന്ന സർക്യൂട്ടുകളിൽ വ്യത്യാസം ഉണ്ടാകുന്നത് എന്ന് ശാസ്ത്രജ്ഞർ പഠിച്ചു തുടങ്ങി. അതായത് ടോസോപ്ലാസ്മ നമ്മുടെ ബ്രെയിനെ നിയന്ത്രിക്കുന്നതല്ല, നമ്മുടെ ബ്രെയിൻ ടോസോപ്ലാസ്മയെ നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ പരിണിത ഫലമായിട്ട് നമ്മുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം വരുന്നതാണോ എന്നുള്ളതായിരുന്നു അവരുടെ പഠന വിഷയം. 2020 പ്രസിദ്ധീകരിച്ച ഒരു പ്രശസ്തമായ പഠനത്തിൽ ഇത് മാത്രമായിരിക്കില്ല, ഇതെല്ലാം കൂടി ഉണ്ടാക്കുന്ന വീക്കം കാരണമായിരിക്കാം ഇത്തരം പെരുമാറ്റത്തിലെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള തീരുമാനത്തിലേക്കാണ് അവർ എത്തിച്ചേർന്നത്. ഇതിനാക്കം കൂട്ടിയത് എന്താണെന്നറിയാം, ഈ 2026 ജനുവരിയിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ ഒരു പഠനം വന്നു. ഈ ബ്രെയിൻ സിസ്റ്റിനകത്ത് എല്ലാ പരാതങ്ങളും ഉറങ്ങുകയില്ല, ചിലത് അപ്പോഴും സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. അതിൽ ചില പരാതങ്ങൾ സർവൈവ് ചെയ്യാനായിട്ട് മാത്രം ശ്രമിക്കുന്നു, ചിലത് സജീവമായിട്ട് പ്രവർത്തിക്കുന്നു, ചിലത് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നു. ഇതെല്ലാം കൂടിയായിരിക്കാം എലികളുടെ സഹജമായ ഭയത്തെ ഇല്ലാതാക്കാനായിട്ട് കാരണമായത് എന്നതാണ് നമ്മൾ പരിമാനിക്കുന്നത്. ഇപ്പോഴും കൃത്യമായിട്ട് ഇത് തന്നെയാണോ കാരണമെന്ന് പറയാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എലികളുടെ കാര്യമാണ്. പക്ഷേ ഇതേ ജീവി മനുഷ്യനിൽ എന്താണ് ചെയ്യുന്നത്? ആരോഗ്യമുള്ള മിക്ക മനുഷ്യരിലും യാതൊരു വിധത്തിലുള്ള ലക്ഷണങ്ങളും ഉണ്ടായിരിക്കില്ല. 2000ങ്ങളുടെ തുടക്കത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിലെ സൈനിക ഡ്രൈവർമാരിലെ ഒരു പഠനം നടത്തി. ഏകദേശം 4000 ആളുകളുടെ ഡ്രൈവിംഗ് റെക്കോർഡ് അവരെടുത്ത് പരിശോധിച്ചു. ഇതിൽ ടോസോപ്ലാസ്മ ഇൻഫെക്റ്റഡ് ആയ ഡ്രൈവർമാരിൽ 2 മുതൽ 3 ഇരട്ടി വരെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തി. പക്ഷേ ഇവർക്ക് ആർക്കും ദൈനംദിന ജീവിതത്തിൽ കണ്ടെത്താവുന്ന എന്തെങ്കിലും തരത്തിലുള്ള റിഫ്ലക്സ് കുറവോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത മില്ലി സെക്കൻഡിലുള്ള വ്യത്യാസങ്ങൾ റിഫ്ലക്സുകളിൽ ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടാവുന്നത് എന്നായിരുന്നു അവർ കണ്ടെത്തിയത്. ഇവിടെ നിന്നാണ് ടോസോപ്ലാസ്മയെ കുറിച്ചുള്ള പല വാർത്തകളും പ്രചരിച്ചു തുടങ്ങിയത്. ഇതിൽ പലതും അപൂർണ സത്യങ്ങളും ആളുകളെ പീഡിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതുമായിരുന്നു. ഇതിനാക്കം കൂട്ടിയ മറ്റൊരു കാര്യമായിരുന്നു 17 രാജ്യങ്ങളിലെ പഠനങ്ങളുടെ മെറ്റ അനാലിസിസ് ചെയ്തപ്പോൾ ഇതിൽ ടോസോപ്ലാസ്മ ഇൻഫെക്റ്റഡ് ആയ വ്യക്തികളിൽ ഷിറ്റ്സോഫ്രേനിയ ഉണ്ടാവാനുള്ള സാധ്യത 2.7 മടങ്ങ് അധികമാണെന്ന് കണ്ടെത്തി. പക്ഷെ പിന്നീട് വന്ന കോഹോർട്ട്സിലൊന്നും ഇങ്ങനൊരു ബന്ധം പ്രൂവ് ചെയ്യാനായിട്ട് ആർക്കും സാധിച്ചില്ല. പക്ഷെ അവിടെ നിന്നാണ് മനുഷ്യൻ്റെ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്ന പാരസൈറ്റ്, മനുഷ്യൻ്റെ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്ന പൂച്ച തുടങ്ങിയുള്ള വാർത്തകളൊക്കെ ജനിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൂച്ച ഇൻഫെക്റ്റഡായ മറ്റൊരു ജീവിയെ കഴിച്ചാൽ മാത്രമേ ഈ ജീവിക്ക് പൂച്ചയിൽ പ്രജനനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പൂച്ച മനുഷ്യനെ തിന്നാത്തിടത്തോളം കാലം നമ്മളൊരു ഡെഡ് ആൻഡ് ഹോസ്റ്റ് ആണ്. നമ്മളെ കൊണ്ട് ആ പരാതി പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. അപ്പോൾ പൂച്ചകൾ നമുക്ക് പ്രശ്നമില്ല. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ ടോസോപ്ലാസ്മോസിസ് ഇൻഫെക്ഷൻ മനുഷ്യന് പകരുമോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, നമ്മളെ അവർ കൺട്രോൾ ചെയ്യുമോ, ഇങ്ങനെ പല കാര്യങ്ങളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. മിക്ക ആളുകൾക്കും വീട്ടിൽ വളർത്തുന്ന പൂച്ചയിൽ നിന്ന് അണുബാധ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനൊന്നാമത്തെ കാരണം, നമുക്ക് ഇൻഫെക്ഷൻ തരാവുന്ന ഊസിസ്റ്റുകൾ പൂച്ചകൾ ജീവിതകാലം മുഴുവൻ പുറത്തേക്ക് വിടുന്നില്ല. അവർക്ക് ആദ്യമായിട്ട് രോഗബാധ ഏറ്റ ശേഷം ആദ്യത്തെ 1 മുതൽ 3 ആഴ്ചകളിലാണ് ഇത് പുറത്തേക്ക് വരാൻ സാധ്യതയുള്ളത്. മാത്രമല്ല, ഈ പുറത്തേക്ക് വന്ന യൂസിസ്റ്റിന് ഉടനെ രോഗം പരത്താണ്ട് സാധിക്കില്ല. ഏകദേശം 1 മുതൽ 5 ദിവസം വരെ എടുക്കും ഇത് ഇൻഫെക്റ്റീവ് ആവാൻ. അപ്പം നിങ്ങൾ റെഗുലറായിട്ട് ലിറ്റർ മാറ്റുകയാണെങ്കിൽ അവർ അപകടകാരി ആവുന്നതിന് മുമ്പ് തന്നെ അവ നീക്കം ചെയ്യപ്പെടും. വീട്ടിനുള്ളിൽ മാത്രം കഴിയുന്ന, വേട്ടയാടാത്ത, കൊമേഴ്ഷ്യൽ ഫുഡ് മാത്രം കഴിക്കുന്ന പൂച്ചകൾക്ക് ഈ അസുഖം വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പം എങ്ങനെയാണ് ഇത്രയും ആൾക്ക് ഇൻഫെക്ഷൻ കിട്ടിയതല്ല, ഈ യൂസിസ്റ്റുകൾ മണ്ണിൽ കുറേ നാളുകൾ ജീവിക്കും. അപ്പോൾ മെയിൻ നടക്കുന്ന കന്നുകാലികളിലേക്ക് അത് വരും. നമ്മൾ അവരുടെ ഇറച്ചി വേവിക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരാം. നമ്മൾ കഴുകാതെ പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അസുഖം വരാം. നമ്മൾ വൃത്തിയില്ലാത്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് അസുഖം വരാം. അതൊരു പെറ്റ് പ്രോബ്ലം എന്നതിനേക്കാൾ ഒരു ഫുഡ് സേഫ്റ്റി പ്രോബ്ലമാണ്. പക്ഷേ ഗർഭിണികളും ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകളും വളരെയധികം ശ്രദ്ധിക്കണം. ഇത് വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പറ്റുമോ? ടാക്കിസോയിഡ്സ് എന്ന് പറയുന്ന അവിടെ ഇൻഫെക്റ്റീവ് സ്റ്റേജിൽ മാത്രമേ നിലവിലുള്ള മരുന്നുകൾ വർക്കാവത്തുള്ളൂ. നമ്മുടെ തലച്ചോറിനകത്തിരിക്കുന്ന ബ്രാഡിസോയിഡ് സിസ്റ്റുകളെ ഒന്നും ചെയ്യാനായിട്ട് അതിന് സാധിക്കില്ല. അങ്ങനെയാണ് മനുഷ്യരില്ലാത്ത, എന്നാൽ അവരിൽ മാത്രമുള്ള എന്തെങ്കിലും പ്രോട്ടീൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചു പോയത്. TGAP2X7 എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററി പ്രോട്ടീൻ ഉണ്ട്. ടോസോപ്ലാസ്മയുടെ ഗ്രോത്തും റിപ്ലിക്കേഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നൊരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പ്രോട്ടീനാണിത്. ഇതിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള മരുന്നുകളാണ് നമ്മളിപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ടുള്ള ഇമ്മ്യൂണോ തെറാപ്പികളും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ലോകത്തിൽ 1/3 മനുഷ്യരെ ബാധിക്കുന്ന എലികളുടെ സഹജമായ ഭയത്തെ പോലും ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്ന, പൂച്ചകളിൽ മാത്രം പ്രജനനം ചെയ്യാൻ സാധിക്കുന്ന ഇതുപോലെയുള്ള സൂക്ഷ്മ ജീവികളായിരിക്കാം ചിലപ്പോൾ നമ്മുടെ സന്തോഷത്തെയും ഭയത്തെയും തീരുമാനങ്ങളെയും നിശ്ചയിക്കുന്നത്.